ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേവു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? തക്കാളി കൊണ്ടുള്ള ഒരു ഈസി തക്കാളി കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പിന്നെ ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എല്ലാത്തിനും സൂട്ടാവുന്നതാണ്. അടിപൊളിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഉള്ളിയില്ല, വെളുത്തുള്ളിയില്ല, ഒന്നുമില്ല. മെയിനായിട്ട് ഇത് തക്കാളി തന്നെയാണ്. ഇതൊരു 6 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. ഒരു വലിയൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് താളിക്കാം. ആദ്യം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഒരു ഇഞ്ച് ഇഞ്ചിയാണിത്, വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്. ഒരു പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ആ ഇഞ്ചി ഒന്ന് എണ്ണയിൽ നിന്ന് ഇതായി വരുന്ന സമയത്ത്, ഇതായിട്ടുണ്ട് കണ്ടോ, ഇഞ്ചിയുടെ നിറക്കൊന്ന് മാറി. ആ സമയത്ത് നമുക്ക് ഈ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് ബാക്കി പൊടികളൊക്കെ ചേർത്തിട്ട് ഉപ്പുമൊക്കെ ചേർത്ത് നമുക്ക് ഇതാക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ കണ്ടോ, തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടോ. ഈ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് ഒരു പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇത് പിരിയമുളകിൻ്റെ പൊടിയാണത്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ആ പൊടികളുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇതെല്ലാം തക്കാളി എല്ലാം നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്. ഞാനൊരു നുള്ളും കൂടെ ചേർക്കുകയാണ്.
പിന്നെ ഈ തക്കാളിയുടെ പുളിയും ഈ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടെ യോജിച്ച് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസായിട്ട് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോഴാണ് പിന്നെ ഈ സ്റ്റേജിൽ നമുക്ക് എടുക്കാം. ചിലവർക്ക് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ലിക്വിഡൈസ് ചെയ്ത് നമുക്ക് എടുക്കാം. പക്ഷേ ഞാനിപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത്. ഈ ഒരു കുഴമ്പ് പാകത്തിലെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഇച്ചിരി മല്ലിയില നമ്മൾ തൂകി കൊടുക്കാം. ഒരു 4 കറിവേപ്പിലയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തു. തീ ഒന്ന് ഓഫ് ചെയ്യാം. കഴിഞ്ഞു. എന്ത് പെട്ടെന്നായി നോക്കൂ, വളരെ പെട്ടെന്ന് റെഡിയായി. എന്ത് കറി വയ്ക്കണമെന്ന് തലപൊഞ്ഞ് ആലോചിക്കാതെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തക്കാളി മാത്രം മതി, മെയിനായിട്ട് അത് മാത്രമാണ്. ഇതെല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് സൂട്ടാവുകയും ചെയ്യും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിലായില്ലേ. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി പീസി തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്ക് കുറച്ചൊന്ന് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ലുക്ക് വരട്ടെ, മതി. അപ്പം വളരെ പെട്ടെന്ന് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചപ്പാത്തിക്കായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒരു കറി ഈസി ആയിട്ടായി. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉഗ്രനായിരിക്കും. ട്രൈ ചെയ്തിട്ട് എന്നോട് കമൻസ് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.